വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിമിയറൻ ഗോപൻ. സോ ഐ ഹോപ്പ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഗോപു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പുറത്ത് പോയിട്ട് ഒന്ന് സ്റ്റേ ചെയ്യാം, നമുക്ക് ഒരു ബർത്ത്ഡേ ഡിന്നറൊക്കെ കഴിച്ച് ഒരു ദിവസം വേറൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തൊന്ന് റിഫ്രഷ് ആയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാനിൽ നമ്മളുടെ ബർത്ത്ഡേൻ്റെ അന്ന് ആഫ്റ്റർനൂൺ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഫ്രം മോർണിംഗ് ഓൺവേർഡ്സ് അല്ല, അതായത് ബർത്ത്ഡേൻ്റെ അന്ന് രാവിലത്തെ സീനൊന്നും കാണിക്കാനില്ല. ഉച്ചയ്ക്ക് ഫ്രണ്ട്സ് വരുന്നു, അവരുമായിട്ടുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വലിയ പരിപാടിയൊന്നുമില്ല, നമുക്കിങ്ങനെ പുറത്ത് പോയി നിൽക്കാം, താമസിക്കാം, നല്ല ഫുഡ് കഴിക്കാം, എൻജോയ് ചെയ്യാം, ഒരുമിച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഹായ്, നല്ല കേക്ക്, ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോ എടുത്തിട്ട് അവസാനം നമ്മൾ എല്ലാ വർഷവും എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുന്നതാണ് ഞാൻ. ഇത്തവണ 18th നൈറ്റാണ് കൊടുക്കാറ്, പക്ഷേ ഞാൻ ടോട്ടലി സ്റ്റക്കായിപ്പോയി. എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു, 20th കൊടുക്കേണ്ട വർക്കായിരുന്നു, എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. 18th നൈറ്റല്ല ഞാൻ പ്ലാൻ ചെയ്തത്, 19th ഈവനിങ് ആണ്. അപ്പം രാവിലെ എണീറ്റ് എപ്പോഴും വേണ്ട സർപ്രൈസ് വേണ്ടെന്നൊക്കെ പറയുന്ന ഒരാളാണ്, എപ്പോഴും വേണ്ടെന്ന് പറയും, പക്ഷേ അതിനോ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ ഇന്നൊരു ക്യൂട്ടായിട്ടുള്ളൊരു നല്ല സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഞാൻ. സുജാസ്, മേര, ചേതനയൊക്കെ വന്നിട്ടുണ്ട്. അവർ കേക്കൊക്കെ മുറിച്ചു. അപ്പം വിചാരിച്ച ഇതോടെ കഴിഞ്ഞു, ഒരു സർപ്രൈസായിട്ടാണ് വന്നത്, അവർ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം, ഒരു കോഫി എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം, നല്ല ഡ്രസ്സ് കഴിച്ചിട്ട് ഇറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോവും, കോഫി കഴിക്കും, കോഫി കഴിച്ചിട്ട് അവർ പിരിയും, എന്നിട്ട് ഞാൻ കൊണ്ടുപോകും. അതെങ്ങനെ കൊണ്ടുപോകണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, കണ്ണ് കെട്ടി കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലെറ്റ്സ് സീ അല്ലേ ഹൗ ഇറ്റ് ഗോസ്. അപ്പം നമുക്ക് നൈസായിട്ട് ആദ്യം നമുക്കൊന്ന് പുറത്തിറങ്ങാം, കോഫിയൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. സുജയും മേരയും പിന്നെ ചേതനയൊക്കെ വന്നു. അവരൊക്കെ എല്ലാവരും വീട്ടിൽ പോയി തിരിച്ച്. എന്നിട്ട് നമ്മൾ മാത്രം പേഴ്സണലി ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചുമ്മാ ഒന്നുമില്ല, വലിയ എന്താ പറയുക, അതെ, നല്ലൊരു ഡിന്നർ ബുഫേ കഴിക്കണം, എന്നിട്ട് മനസ്സമാധാനമായിട്ടിരിക്കണം, എന്നിട്ട് നാളെ ഇറങ്ങും. യെസ്, അപ്പൊ നമ്മള് ഇന്നൊരു ദിവസം വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുകയാണ്, ജസ്റ്റ് ഒരു ചേഞ്ചിന്, ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട്. And finally
ചെക്ക് ഇൻ ചെയ്തു, റൂമിലേക്ക് പോവാണ്. And we are in the lift right now. അപ്പോൾ ഞങ്ങൾ ഇവിടെ ലോബിയിൽ വന്നിരിക്കുക. അദ്ദേഹം ഇവിടെ പുറത്ത് റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ബർത്ത്ഡേ ആയിട്ട് ഞാൻ ലഞ്ച് കഴിക്കാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. കുറേ കേക്കും പിന്നെ ഫ്രണ്ട്സ് വന്നപ്പോൾ ചേട്ടനെ കുറേ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. എന്തൊക്കെയായിരുന്നു, പപ്സ്, പിന്നെ എന്തൊക്കെയോ ഗുലാബ് ജാമുൻ, പപ്സ്, സമൂസ, കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരുന്നേ. ഞാൻ അതൊക്കെ കഴിച്ച് ആ ഉച്ച സമയത്തുള്ള വിശപ്പങ്ങ് പോയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നിങ്ങൾ വിചാരിച്ച സദ്യയാണ് ഓർഡർ ചെയ്തതെന്ന്. ഞങ്ങൾ നെയ്ച്ചോറും നല്ല കേരള ബീഫ് കറി ഓർഡർ ചെയ്തിട്ട് അത് വരാനുള്ള ഒരു വെയിറ്റിംഗ് ആണ് ഇവിടെ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഫുഡ് വരട്ടെ. നല്ല സ്വയംഭം നെയ്ച്ചോർ, നല്ല കിടുക്കൻ ബീഫ് കറി, നല്ല ചൂട് നെയ്ച്ചോറും ചൂട്. അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം. ഓക്കെ. സോ ഞങ്ങൾ ഫുഡ് കഴിച്ചു. നല്ല നല്ല നെയ്ച്ചോറായിരുന്നു, നല്ല ഗീ റൈസായിരുന്നു, ഒക്കെ കഴിച്ചു. ഒരാളിവിടെ സൈഡായി. അപ്പം നമ്മൾ ഒന്ന് ഫ്രഷായി റെഡി ആയിട്ട് താഴെ ഡിന്നർ കഴിക്കാൻ പോവാ. ഇങ്ങനെ പഠിച്ചിരിക്കണേ ഒന്നുമില്ല, പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ഓക്കെ, പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. അപ്പൊ ഒരു സ്റ്റേക്കേഷൻ പോലെ വന്നാ ലഞ്ച്, നല്ലൊരു ലഞ്ച് കഴിച്ചു. ഇനിയിപ്പോ നല്ലൊരു ബുഫേ ഡിന്നർ കഴിക്കും. പിന്നെ നല്ലൊരു സ്റ്റേ. അത്രയേ ഉള്ളൂ. കുഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ സമ്മാനിക്കുന്നു ഫോർ മൈ ലവ്ലി ക്വീൻ. അയ്യോ, Happy birthday to you. Happy birthday to you.
Happy birthday, happy birthday, happy birthday to you. Yeah, happy birthday Kuku. Thank you. Okay. Happy birthday to you. Thank you. Thank you. Okay. Thank you, Goku. So beautiful. ഞാൻ സത്യമായിട്ടും ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. ഓക്കെ, ഞാൻ സാധാരണ ബുഫേക്ക് വന്നതാണ്. Cheers. Happy birthday to me. Happy birthday. Cheers. Goku, cheers. Happy birthday to me. Okay, focus. Okay. I love you. Happy girl. Happy birthday. Happy birthday to me. Okay. ഇതുപോലൊരു ആംബിയൻസും ഒക്കെ സെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നല്ല ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. Yes. മെയ്ഡ് മൈ ഡേ. ചിക്കൻ സൂപ്പ് Thank you. താങ്ക് യു സോ മച്ച് ലേ മെറിഡിയൻ, അതുപോലെ ഫിലിപ്പാണ് ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത്. നമസ്കാരം. അപ്പോൾ ഇത് ഫിലിപ്പ്. ഇന്ന് നമുക്ക് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് സമ്മാനിച്ചത് ഫിലിപ്പാണ്. താങ്ക് യു സോ മച്ച് ഫിലിപ്പ്. ഇതുണ്ടോ, ഇത് കാണുമ്പോൾ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തതെന്ന്. അപ്പോൾ ഈ വർഷത്തെ ബർത്ത്ഡേയും നല്ല ഉഷാറായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്തു, അടിപൊളിയായി. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ സുജമോൾ, സ്മേരമോൾ, ചേതന ഡാർലിംഗ്, താങ്ക് യു, ലവ് യു. അപ്പോൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. ഞാൻ റൂം എടുത്തു, നമുക്കൊരു ഡിന്നർ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സമാധാനിച്ചിട്ട് വരാമെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത കാര്യം അറിയണ്ടായിരുന്നില്ല. എന്തായാലും I hope you enjoyed അല്ലേ? അതെ, നല്ലായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല ഒന്നാമത് എനിക്ക് ലൈറ്റ്സും ക്യാൻഡിൽസും ഒക്കെ ഉള്ള അങ്ങനത്തെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനോട് എന്താ പറയുക, എൻ്റെ ഒരു ഇഷ്ടത്തിന് നിൽക്കുന്ന പോലത്തെ തന്നെയായിരുന്നു അത് സെറ്റപ്പൊക്കെ. അപ്പോൾ ഡിന്നറും കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ കാര്യം. സോ ഈ ഒരു വർഷത്തെ ബർത്ത്ഡേ കൂടി നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ദൈവം സഹായിച്ചിട്ട് ഇനി 27th ഗോപുവിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൂടി നമുക്ക് പൊളിക്കണം. ഓക്കെ മുത്തേ, താങ്ക് യു. ഇപ്പോഴേ ഞാൻ സർപ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി, എൻജോയ് ചെയ്തെന്നൊക്കെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആൻഡ് നമ്മളുടെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. സോ ഇന്നത്തെ രാത്രി ഇച്ചിരി ടയർഡായി, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. സോ ദിസ് ഇസ് നിമ്മി ആൻഡ് ദിസ് ഇസ് അരുൺ കവൻ. Signing off. Bye bye. Bye bye.